സാറാ കഴിഞ്ഞ വട്ടം വന്നപ്പോ മറ്റേ സാറ് പറഞ്ഞ് 10 ലക്ഷം കൊണ്ട് തന്നിട്ട് മറ്റേ സാറൊക്കെ പോയി. ഇപ്പൊ ഞാനാണ് ഇതിന്റെ മുതലാളി. 20 ലക്ഷം ഉറുപ്പ തരാതെ ഇവിടെ നനക്കാൻ പറ്റൂല. ഓൺലി 20,000 റുപ്പീസ്. ഓൺലി 20,000 റുപ്പീസ്. നിന്റെ പേരെന്താടാ നത്തെ? പൊട്ടനാണോടാ നീ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആനെ കാട്ടിൽ നിന്ന് പിടിച്ചതാണ്? ഇല്ലടാ, ഞങ്ങൾ അവിടുത്തെ കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ചത്. പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ലോ. എന്തത് ഭയങ്കര ബീഡിയുടെ മണം? ഞാൻ വലിക്കില്ലട്ടോ. അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 19 കൊല്ലായി. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോപുരം കഥ പറയേ. പറയേ, കേൾക്കാൻ നല്ല സ്റ്റൈലുണ്ട്. പറ. ശരിയാ, എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങിക്കിടപ്പെടുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ? എന്റെ വയറ്റിൽ നിന്ന് ഇടക്കിടക്ക് കൂർക്കം വലിക്കണ പോലത്തെ ഒരു സ്വരം പുറത്തേക്ക് വരും. അയ്യേ, അത് ഗ്യാസ്. അവന്റെ അപ്പം മാത്രമല്ല, ആൾക്കാരൊക്കെ കൂട്ടം കൂടി ഇളകിക്കാണ്ടില്ലേ? കണ്ണാ പന്നീതാ കൂട്ടമാവരും സിംഗിളാത്താവരും. ഒരു സിംഗം വെള്ളത്തിൽ ചാടിട്ടാ. മറ്റേ സിംഗത്തിന് കണ്ണും കണ്ടൂടാ. പിന്നെ ഉള്ളൊരു പല്ലൊഴിഞ്ഞ സിംഗോട്ടും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരൻ. ആ ഡോഗ് അഭിനയിക്കുന്നതിൽ ഡയാനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട് സാർ. നിങ്ങളാരാ? കിഷോർ കുമാർ, എന്റെ ഫ്രണ്ട്. അതിന് എന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന എന്തിനാ? അല്പം മാറി നിൽക്കൂ. ഞാൻ പ്രൊഡ്യൂസർ കിഷോർ കുമാർ. ഓ, ആ കിഷോറാണല്ലേ? എങ്കിലും മാറി നിൽക്കൂ. ബാബു സാർ. ബാബു സാർ എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകൾ. ഹനുമോൻ, ഹനുമോൻ ഷേനായി. ഹനുമോൻ കേട്ട വേവണ ഏത് പരിപ്പും അടുപ്പുകളിൽ. ജോമോന്റെ കല്യാണം കഴിഞ്ഞോ? ഇന്നലെ കഴിഞ്ഞു. നേരം എടുത്തപ്പോ 2 കുട്ടികളുമായി. എന്തേ, വല്ല കുഴപ്പമുണ്ടോ? കോളേജിൽ നിന്ന് പുറത്താക്കിയാരണം കൊണ്ട് ഞാൻ അപ്പന്റെ ഒപ്പം കൂടി ഇപ്പൊ ബിസിനസ് ഡബിളാ. ഇപ്പൊ അടിപൊളിയായിട്ട് പോണേ. സാറിനറിയോ? സാറിനന്മാരറിയോ? സാറിന്റെ കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇറങ്ങിയവന്മാരാ. സാറിന് ഗുഡ് മോർണിംഗ് പറഞ്ഞടാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ പോയി ചായ മേടിച്ചോണ്ട് നീ ഓഫീസ് ക്ലീൻ ചെയ്തിട്ടേ. നീ ഏറിയിരുന്നേ. അല്ലമ്മയുടെ കല്യാണം ഇപ്പൊ പറയാൻ നാണം തോന്നും. 16ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. മധുര 16. മധുരാണോ പുളിയാണോ എന്നൊന്നും അന്നറിയത്തില്ലായിരുന്നു. മധുരാണോ പുളിയാണോ എന്നൊന്നും അന്നറിയത്തില്ല. നിന്റെ ചത്തുപോയ തന്ത കള്ളവാറ്റുകാരൻ ഫിലിപ്പോസ്. ഞാൻ പറഞ്ഞോളാം. എടവാവേ, നിനക്ക് നമ്മുടെ അവസ്ഥ നല്ലോണം അറിയാലോ. കൊറോണ ആയിട്ട് കച്ചവടം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഒരു മനുഷ്യൻ പോലും ഈ കടയിൽ കയറുന്നില്ല. അപ്പൊ നമ്മള് സമയത്ത് കട കൂടെ തുറന്നിരിക്കുക എന്ത് ചെയ്യണം മോനെ? അത് തന്നെയാണ് ഞാൻ ചോദിക്കണം. ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു തരണില്ല. പിന്നെ ഞാൻ എന്തിനാ രാവിലെ വന്ന് കടയും തുറന്ന് കുത്തിരിക്കണം? സിനിമയും മാറി, ടെക്നോളജി മാറി, എല്ലാം മാറി. നിങ്ങളുടെ ഉണക്കവരികൾക്ക് മാത്രം ഒരു മാറ്റമില്ല. എന്നാ പിന്നെ നീ ഒരു 4 വരി പാട്ടുണ്ടാക്കി പാടറാ. പാടും, പാടി കേൾപ്പിക്കാം. പല്ലവി പിടിച്ചോ. ഒരു കിണ്ടൽ ചിരിയുമായി ഒരു പെൺകൊടി വന്നു.
നമ്പി പാക്കേജായി പുഞ്ചിരി തന്നു എങ്ങനെയുണ്ട്? ഇവിടെ ഈ കിണ്ടലും ശവലും ഒക്കെ ആയിട്ട് വരാൻ ഈ പെൺകുടി എന്താടാ വാർക്കപ്പണിക്ക് പോണ? കിണ്ടലും ശവലും ഒക്കെ ആയിട്ട് വരാൻ ഈ പെൺകുടി എന്താടാ വാർക്കപ്പണിക്ക് പോണ? കുട്ടി MBA എടുക്കാത്തണ്ടാ? ഓ അതുകൊണ്ടാണ് കുട്ടിക്ക് ബിസിനസിനോടാണ് താല്പര്യം. ബിസിനസ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ബിസ്ക്കറ്റ് ബിസിനസ് ആണ്. കോടികൾ ഉണ്ടാക്കാം. ടിങ് ടിങ് ടിങ്. ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരു പ്രേമുണ്ട്, അവൾക്ക് ചെറിയൊരു ഇഷ്ടം. ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യ ഇവൻ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? എക്സ്ക്യൂസ് മീ, കുട്ടി ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. ഇപ്പൊ എവിടാ പോയത്? സിനിമയ്ക്ക്. ആരുടെ കാശ് കൊണ്ടാ പടം കണ്ടത്? ഷിബുവിന്റെ. ഷിബു എന്തിനാ കാശ് നമുക്ക് തന്നത്? അരി വാങ്ങിക്കാൻ. ആന്നോ? അരി മേടിച്ചോ? അവന്റെ വണ്ടിയുടെ പെട്രോളും തീർത്ത് കൊണ്ട് വെച്ചോ? അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കഥ പറയണം. അയ്യോ കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. അയ്യോ കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. അവന്റെ മോന്തടിച്ച് വിളിക്കാൻ വേണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഇനി മേല സ്ത്രീകളുടെ ബ്ലോക്കിൽ എങ്ങാനും അമ്മവരെ കണ്ടാൽ ഒരു ദിവസം 100 രൂപ ഞാൻ ഫൈൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഒരു ദിവസം 100 രൂപയോ? അങ്ങനെ 2 ദിവസം ആണെങ്കിലോ? 200 രൂപ ഫൈൻ അടിക്കണം. അങ്ങനെ ഒരു 3000 രൂപയുണ്ട് ഒരു മാസത്തേക്കുള്ള. പണിയാ ഒരു യാത്ര പോണല്ലേ, കൈ കാശക്കണ്ട. ഒരു 100 രൂപ തന്നെ. ഹായ് സർ, എനിക്ക് മനസ്സിലായില്ല. 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. അപ്പൊ രാത്രി ഉറങ്ങാറില്ലല്ലേ? ഇല്ല ഡോക്ടർ, ചങ്ങലക്കിടാൻ പറ്റും. ഇത് ഓരോന്ന് രാത്രി കഴിച്ചോളൂ. പുതിയ പേഷ്യൻസിന് ഫ്രീയാ. എന്താ പേര്? എനിക്ക് ഉറക്കമുണ്ട്. എനിക്ക് ഓർക്കുണ്ടു. ഫ്രീക്കി നെയിം. എന്റെ പൊന്നളിയാ,